ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്ന പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധമായ നോമ്പിൻ്റെ ആദ്യ ആഴ്ചയിലൂടെ നാം കടന്നു പോകുമ്പോൾ തിരുസഭ നമുക്ക് ധ്യാനത്തിനും വിചിന്തനത്തിനുമായി തന്നിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാണ്. യേശു സ്വദേശത്ത് അവഗണിക്കപ്പെടുന്ന സംഭവമാണ് ഇവിടെ വിവരിക്കുക. പ്രിയമുള്ളവരെ, നോമ്പ് കാലത്തിലെ ഓരോ ഞായറാഴ്ചയും തിരുസഭ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് യേശുവിൻ്റെ ജെറുസലേമിലേക്കുള്ള യാത്രക്കിടയിൽ അവിടുന്ന് പഠിപ്പിച്ചതും പ്രവർത്തിച്ചതുമായ ദൈവരാജ്യത്തിൻ്റെ പ്രവൃത്തികളെ അടുത്തറിഞ്ഞുകൊണ്ട് യേശുവിനോടൊത്ത് നാം യാത്ര ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണല്ലോ. യേശു ഈ ലോകത്തിൽ മനുഷ്യനായി അവതരിച്ചത് സകല മനുഷ്യരുടെയും രക്ഷയ്ക്കു വേണ്ടിയാണ്. പാപത്തിൻ്റെയും അന്ധകാരത്തിൻ്റെയും പ്രവൃത്തികളിൽ നിന്ന് അവിടുത്തെ രക്ഷയുടെ സന്ദേശം കേട്ട് മനസ്സ് തിരിഞ്ഞ് യഥാർത്ഥ ക്രിസ്തു ശിഷ്യത്വത്തിലേക്കും രക്ഷയുടെ അനുഭവത്തിലും ജീവിച്ച് സ്വർഗീയ ജെറുസലേമിൽ എത്തിച്ചേരുക. ദൈവരാജ്യത്തെക്കുറിച്ചുള്ള രക്ഷയുടെ സുവിശേഷം സകലരെയും അറിയിക്കുക എന്നതിനായിരുന്നു യേശു തൻ്റെ പരസ്യ ജീവിതകാലത്തുടനീളം പ്രാധാന്യം നൽകിയത്. യേശുവിൻ്റെ പ്രബോധനങ്ങളോടുള്ള വ്യത്യസ്തങ്ങളായ പ്രതികരണങ്ങളാണ് ഇന്ന് നമുക്ക് ഈ തിരുവചന ഭാഗത്തിൽ ദർശിക്കാനാവുക. ചിലർക്ക് ദിവ്യപ്രബോധനങ്ങൾ കേൾക്കുമ്പോൾ ആശ്ചര്യഭരിതരും വിസ്മയഭരിതരും ആകുന്നതായി നാം കാണുന്നുണ്ട്. മറ്റു ചിലർ പറയുകയാണ്, ഇവൻ്റെ കരങ്ങൾ വഴി എത്ര വലിയ കാര്യങ്ങളാണ് സംഭവിക്കുക. എന്നാൽ വേറെ ചിലർക്ക് അവിടുത്തെ പ്രവർത്തനങ്ങളോട് അസൂയയും അവിടുത്തോട് ഇടർച്ചയും തോന്നുവാനിടയാകുന്നുണ്ട്. പലപ്പോഴും ദൈവീക ഇടപെടലുകളോട് നമുക്കുണ്ടാകുന്ന മനോഭാവങ്ങളാണ് ഇവിടെ വിവരിക്കുക. എന്നാൽ ഏറ്റവും അനുഗ്രഹീതമായ മനോഭാവം തിരഞ്ഞെടുക്കുമ്പോൾ നമ്മിൽ മാറ്റം സംഭവിക്കാൻ ആരംഭിക്കും. ഈ ദിവസം മാറ്റത്തിൻ്റെ ഒരു തിരുനാളം നമ്മിൽ എരിയുവാൻ ആരംഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നാം ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.